ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു മീൻ പൊള്ളിച്ചത് നോക്കാം. ഞാനതിന് ഇവിടെ മീൻ എടുത്തിട്ടുണ്ട്. 2 വലിയ മീനാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് മസാല പുരട്ടാനുള്ളത് റെഡിയാക്കാം. നമുക്ക് ഉപ്പ്, പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കറിവേപ്പില, ചെറിയ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ചതച്ചിട്ട് നമുക്ക് പേസ്റ്റ് ആക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് തേച്ച് പിടിപ്പിക്കാം. നമുക്ക് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അതിനകത്ത്. ഇനി നമുക്കൊരു പാൻ വെച്ച് നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. ഞാനിത് വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മസാല റെഡിയാക്കാം. ഞാൻ ഇവിടെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ മുളക് പൊടി, പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് ഈ മസാല ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വാഴൻ്റെ വാട്ടി നമുക്ക് അതിനകത്തേക്ക് ഈ മസാല എല്ലാം ചേർത്ത് വയ്ക്കാം. ആദ്യം മസാല ചേർക്കുന്നുണ്ട്. മസാലയാണ് നമ്മൾ അടിയിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മേലെ നമ്മൾ പൊരിച്ചെടുത്ത മീൻ വെച്ച് കൊടുക്കാം. ഇനി ബാക്കി വന്ന മസാല നമുക്ക് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ട് പൊതിഞ്ഞെടുത്ത് വേറൊരു പാൻ വെച്ച് നമുക്ക് ആ പാൻ ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. 2 ഭാഗവും നന്നായിട്ട് മറിച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പൊള്ളിച്ചതാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായം പറയണേ.